പണി പൂർത്തിയാകാതെ എറണാകുളം കാളമുക്ക് ഫിഷിംഗ് ഹാർബർ. മത്സ്യത്തൊഴിലാളികൾ അവിടെയും ദുരിതത്തിലാണ്. തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള ഹാർബറാണ്. ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സ്ഥലത്തെ എക്കൽ മാറ്റാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി അവിടെ നിന്ന് അലി അക്ബർ ഷായാണ് ചേരുന്നത്. അലി, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടോ കൂടെ? അവരെന്താണ് പറയുന്നത്? റോഷ്നി, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ ഈ പറയുന്ന കാളമുക്ക് ഫിഷിംഗ് ഹാർബറിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 10,000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉപജീവന മാർഗമായി ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു കൃത്യമായ ഹാർബർ സംവിധാനം ഇല്ല എന്നുള്ള വലിയ പ്രതിസന്ധി തുടരുന്നത്. നിലവിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹാർബറാണ്. വർഷങ്ങളായി ഈ ഹാർബറുമായി ബന്ധപ്പെട്ടുള്ള പണി നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് കോടതി കയറുന്നു. അത്തരത്തിൽ പല വിധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ഈ ഹാർബർ എന്ന് പറയുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായും വരുന്ന വെല്ലുവിളി. എന്താണ് ഇപ്പോൾ നിലവിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഹാർബർ വരാനുള്ള പ്രതിസന്ധി? ഹാർബറിലേക്കുള്ള വഴി ഈ അടുത്താണ് സർക്കാർ ഫണ്ട് അനുവദിച്ച് അതിലേക്കുള്ള വഴി സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിലവിലൊരു പ്ലാറ്റ്ഫോം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് പരിമിതമായ സൗകര്യങ്ങളുള്ളൂ. കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് അത് വിപുലീകരിക്കണം. അതുപോലെ ഡ്രഡ്ജിങ് ഉൾപ്പെടെ നടത്തി ആഴം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ ഹാർബറിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ഒരു അത്യാവശ്യം പിന്നെ കനത്ത ചൂടിലും പിന്നെ ഫാനില്ല, സൗകര്യങ്ങളില്ല, നല്ല ടോയ്ലറ്റ് സൗകര്യമില്ല. വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഹാർബറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. തീർച്ചയായിട്ടും ദിനംപ്രതി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇൻബോർഡ് വള്ളങ്ങളും അതുപോലെ ചെറിയ വഞ്ചി തൊഴിലാളികളും അങ്ങനെ നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വരുന്നുണ്ട്. അതനുബന്ധമായി കച്ചവടക്കാർ, നിരവധി ആളുകൾ. ഇപ്പോൾ ഇവിടെ ഈ വലുപ്പത്തിലുള്ള വള്ളങ്ങളൊക്കെ ഇവിടെ അടുക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ഇനി ഇത്തരത്തിൽ വള്ളം എടുക്കണമെങ്കിൽ ഡ്രഡ്ജിങ് പൂർത്തിയാക്കിയാൽ മാത്രമേ സാധിക്കൂ. ഡ്രഡ്ജിങ് പൂർത്തിയാക്കണം, അങ്ങോട്ടുള്ള ഡ്രഡ്ജിങ് പൂർത്തിയാക്കണം. അതുപോലെ ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം കുറവാണ്. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തെടുത്താലേ ഈ പറയുന്ന എല്ലാ വള്ളങ്ങളും അടുപ്പിക്കാനും നല്ല സർക്കാർ നിയന്ത്രണത്തിലൊരു ഹാർബർ വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അപ്പോൾ അക്വയർ ചെയ്തെടുക്കേണ്ട ഭാഗങ്ങൾ ഇനിയും ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അക്വയർ ചെയ്തെടുത്താൽ നല്ലൊരു ഹാർബറായിട്ട് ഇത് മാറ്റാൻ കഴിയും. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരുപാട് തീരദേശമുള്ള ജില്ല കൂടിയാണ് എറണാകുളം. നമുക്ക് അറിയുന്നത് പോലെ റോഷ്നി, അവിടെയാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യത്തിന് ഇനിയും ഒരു പരിഹാരം ആയിട്ടില്ല എന്നുള്ള വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹാർബറിലാണ്. ഇവിടെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. 10,000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും അടിയന്തരമായി ഡ്രഡ്ജിങ് പൂർത്തിയാക്കുക, ഈ പ്രദേശത്തേക്ക്, ഈ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹാർബറിലേക്കുള്ള വഴി, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ ഈ ആവശ്യം അത് അംഗീകരിക്കുക, പ്രാവർത്തികമാക്കുക എന്നതാണ് എന്തായാലും ഈ കാളമുക്ക് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. കാലങ്ങളായി ആവർത്തിച്ച് പറയുന്നത് ഇപ്പോഴും അത് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഗതികേടാണ്. അടിയന്തരമായൊരു നടപടി എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ, മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുമ്പോഴൊക്കെ നമ്മൾ ഓടിയെത്തും. ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായി നേരിടുന്ന വിഷയമുണ്ട്. ഇത് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ മാത്രമല്ല ഇതൊക്കെ പുറം ലോകം അറിയേണ്ടത്. ആ മനുഷ്യർ എല്ലാ ദിവസവും ഇങ്ങനെ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ജീവിച്ചു പോവുകയാണ്. അവർക്കും ഇതുപോലെ നന്നായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സർക്കാർ എന്തായാലും മുതലപ്പുഴയിലെ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഓരോ ജില്ലകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഈ സംഭവങ്ങളിലെല്ലാം അടിയന്തര പ്രാധാന്യത്തോടെ അല്ലെങ്കിലും സർക്കാർ ഇടപെടേണ്ട വിഷയങ്ങളാണ്, പരിഹാരം കാണേണ്ടതാണ്. കാരണം തൊഴിലാളികൾക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്കും വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കേണ്ടതാണ്, കയ്യിൽ കൂലി വേണ്ടതാണ്.